രാഷ്ട്രീയത്തിന്റെ അവരുടെ ഒരു ഇരയുടെ സങ്കടം എന്റെ മനസ്സിലുണ്ടായിരുന്നു. കണ്ണൂരിലെ ഒരു MLA എന്ന നിലക്ക് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത സങ്കടം. അത് മറ്റൊന്നും ആലോചിച്ചല്ല. എന്തു വൃത്തികെട്ട രാഷ്ട്രീയമാണ് പിണറായി വിജയ നിങ്ങൾ ഈ കളിക്കുന്നത്. കൊലപാതകത്തിൽ പോലും സത്യസന്ധത കാണിക്കാൻ കഴിയാത്ത ഒരു പാർട്ടി. ഇന്ത്യയിൽ എത്ര തീവ്രവാദ സംഘടനകളുണ്ട്, നക്സലൈറ്റുകളുണ്ട്. എവിടെയും തീവ്രവാദം നടത്തുന്നവർ അവർ എത്ര വലിയ തീവ്രവാദികളാണെങ്കിലും അവരൊരു ബോംബ് വെച്ചാൽ, ഒരു മനുഷ്യനെ കൊന്നാൽ, ഒരാൾക്കൂട്ടത്തെ കൊന്നാൽ അവരത് ഏറ്റെടുക്കും. ഞങ്ങളാണ് ചെയ്തത്. CPM-കാരാ, അതൊരു മാന്യതയാണ്. അമാന്യമായ നടപടികളും അവർക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു മാന്യതയാണ്. കൊലപാതകത്തിൽ പോലും മാന്യത കാണിക്കാത്ത പാർട്ടിയാണ് CPM. അതിൽ പോലും ചന്ദ്രശേഖരന്റെ ചോര മാത്രമല്ല, ഷുക്കൂറിന്റെ ചോര. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഷുക്കൂറിന്റെ ചോര ഞാൻ ഈ പ്രവർത്തകരെ മുഴുവൻ സാക്ഷി നിർത്തി പറയുന്നു. നിങ്ങൾ 2 സാക്ഷികളെ വിലക്ക് വാങ്ങി. ഭീഷണിപ്പെടുത്തിയാകാം, പണം കൊടുത്താവാം. പക്ഷേ 2 അല്ല 10 സാക്ഷികളെ നിങ്ങൾ വിലക്ക് വാങ്ങിയാലും ഒന്നുറപ്പിച്ചോ, ഞങ്ങളുടെ ചങ്കിൽ ചോരയുള്ള കാലത്തോളം ജയരാജ P. ജയരാജന് മനസ്സിൽ കുറിച്ചിട്ടോ, ഇന്ത്യ രാജ്യത്ത് കിട്ടാവുന്ന നിയമവ്യവസ്ഥയുടെ ഏതറ്റത്ത് പോകേണ്ടി വന്നാലും നീ ചെയ്ത പാപത്തിന് ജയിലിൽ അടക്കാതെ അവസാനിപ്പിക്കുന്ന ഈ യുദ്ധം, ആ വഴിയിൽ ജീവിതം കളയേണ്ടി വന്നാലും, ആ വഴിയിൽ ജീവൻ ത്യജിക്കേണ്ടി വന്നാലും ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾ വിടില്ല. നിങ്ങൾ കളി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. കാത്തിരിക്കുക യൂത്ത് ലീഗുകാരാ. വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങൾ ഈ രംഗത്ത് ചെയ്യാൻ പോകുന്നത് എന്താണോ? ജയരാജൻ ഭയപ്പെടണ്ട. ഇരുട്ടിന്റെ മറവിൽ കത്തിയുമായി ഈ ഐഡിയൽ യൂത്ത് കോർ കാത്തിരിക്കില്ല. ഞങ്ങൾ കാത്തിരിക്കുന്നതും നിയമത്തിന്റെ ഇടപെടലിലാണ്, നിയമത്തിന്റെ ഇടനാഴികളിലാണ്. അവിടെ കൊണ്ടുവരും ജയരാജനെ. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് ഒരു സത്യമുണ്ടെങ്കിൽ, ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥക്ക് ഒരു സത്യമുണ്ടെങ്കിൽ, റാം എന്നുച്ചരിച്ച് ഇവിടുത്തെ മുസൽമാൻ ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞു മരിച്ചുപോയ ഗാന്ധിജിയുടെ സ്വപ്നത്തിന് സത്യമുണ്ടെങ്കിൽ, ഷുക്കൂറിന്റെ ഉമ്മയുടെ കണ്ണുനീരിന് സത്യമുണ്ടെങ്കിൽ, ജയരാജ നിന്നെ വിടില്ല. അത് ഉറപ്പിച്ചോളൂ. അത് നിങ്ങൾ ഉറപ്പിച്ചോളൂ. ഞാൻ എന്റെ യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് ഉറപ്പ് തരുകയാണ്.